ഞാനൊരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായി ഒരു കാര്യം തുറന്നു പറയുകയുണ്ടായി. എനിക്ക് ഒരു യുവ നേതാവിൽ നിന്ന് ചില മോശമായ സമീപനം നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ഞാൻ തുറന്നു പറഞ്ഞത്. പക്ഷെ എന്നാൽ പോലും ഒരു പ്രസ്ഥാനത്തെ വേദനിപ്പിക്കേണ്ട, ദുഃഖിപ്പിക്കേണ്ട എന്ന് കരുതി ഞാൻ ആ പ്രസ്ഥാനത്തിൻ്റെ പേര് പറയുകയോ ഒരു വ്യക്തിയുടെ പേര് പറയുകയോ ചെയ്തിട്ടില്ല. ആരെയും വേദനിപ്പിക്കണമെന്നോ ആരെയും തകർക്കണമെന്നോ ആയിരുന്നില്ല എൻ്റെ ഉദ്ദേശം. എനിക്ക് ആകെ ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാഷ്ട്രീയത്തിൽ കടന്നു വരുന്ന യുവ നേതാക്കന്മാർ ഇങ്ങനെയാണോ ആകേണ്ടത് എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് ഞാൻ ചോദിച്ചത്. രാഷ്ട്രീയത്തിൽ കടന്നു വരുന്ന നേതാക്കന്മാർ സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം, ധാർമ്മികതയോടെ അവർ മുന്നോട്ട് പോകണം എന്നൊരു കാര്യം മാത്രമാണ് ഞാൻ പങ്കുവയ്ക്കാൻ ശ്രമിച്ചത്. പേര് പറയുകയോ പ്രസ്ഥാനത്തിൻ്റെ പേര് പറയുകയോ ഒന്നും ചെയ്യാതെ തന്നെ എനിക്ക് നേരെ വൻ തോതിലുള്ള അതിഭയാനകമായ ഒരു സൈബർ ആക്രമണമാണ് പിന്നീട് പൊട്ടിപ്പുറപ്പെട്ടത്. എന്നെക്കുറിച്ച് പറയാത്തതായി ഒന്നും തന്നെ ബാക്കിയില്ല. അത്രയധികം മോശമായ കാര്യങ്ങളാണ് എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ആർക്കാണെങ്കിലും ഈ ഒരു അവസരത്തിൽ ഇത് താങ്ങാൻ കഴിയില്ല. പക്ഷെ ഞാനത് താങ്ങി. ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ സംസാരിച്ചത് എനിക്ക് വേണ്ടിയല്ല. എനിക്ക് വേണ്ടി ആയിരുന്നുവെങ്കിൽ നേരത്തെ ശൈലജ ടീച്ചർ പറഞ്ഞതുപോലെ എനിക്ക് ചെറിയ പ്രശ്നം മാത്രമേ ഉണ്ടായുള്ളൂ. 2 മെസ്സേജ് അയച്ചു, കുറച്ച് മെസ്സേജുകൾ അയച്ചു, അത് ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കാവുന്ന കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ വ്യക്തി നിരന്തരമായി പല സ്ത്രീകളെയും ഇങ്ങനെ ട്രാപ്പിലാക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കാര്യം മാത്രമാണോ ആലോചിക്കേണ്ടത്? ഞാൻ എൻ്റെ മറ്റു സഹോദരിമാരെ കുറിച്ചും ഒന്ന് ആലോചിക്കണ്ടേ? ഇത് ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ച് ഇതുപോലുള്ള ക്രിമിനലുകളെ വളർത്തിയെടുക്കാൻ ഞാനും കൂടി സഹായകമാകണമോ എന്ന് ഞാൻ ചിന്തിച്ചത് കൊണ്ട് മാത്രമാണ് ഞാനത് ഈ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വെച്ചത്. ആരെയും ഉപദ്രവിക്കാനല്ല, ആരെയും തകർക്കാനല്ല. ആ വ്യക്തി നവീകരിക്കപ്പെടണം. രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന യുവാക്കൾ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നവരായിരിക്കണം, സ്ത്രീപക്ഷത്ത് നിൽക്കുന്നവരായിരിക്കണം, ധാർമ്മികതയോടെ മുന്നേറുന്നവരായിരിക്കണം എന്നൊരൊറ്റ ചിന്തയിൽ മാത്രമാണ് ഞാൻ നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു പാർട്ടിയോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെക്കുറിച്ചല്ല. ഏത് പ്രസ്ഥാനത്തിലെയും ഏത് പാർട്ടിയിലെയും രാഷ്ട്രീയത്തിൽ വരുന്ന യുവജനത എല്ലാവർക്കും വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടിയും നിലകൊള്ളുന്ന ജനതയായിരിക്കണം എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ ഞാൻ നേരിട്ടത് സമാനതകളില്ലാത്ത സൈബർ അറ്റാക്കാണ്. ഞാൻ മറ്റു പാർട്ടികളുമായി ചേർന്ന്, CPM-ഉമായി ചേർന്ന് ഗൂഢാലോചന നടത്തി അവരെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നുപോലുമുള്ള ഇല്ലാത്ത ആരോപണങ്ങൾ. ഇപ്പോൾ പോലും ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കുറച്ച് ഭയത്തോടു കൂടിയാണ് നിൽക്കുന്നത്. കാരണം വീണ്ടും ഇത് വെച്ച് അവരിനി എന്തെല്ലാം കഥകൾ പ്രചരിപ്പിക്കുമെന്ന ഒരു മാനസികമായൊരു ഭയമുണ്ട്. എന്നാൽ പോലും ഞാൻ ഇന്നിവിടെ വരാൻ തയ്യാറായതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾക്ക് വേണ്ടി ഒരക്ഷരമെങ്കിലും സംസാരിക്കേണ്ടത്, അങ്ങനെ ഒരു ദൗത്യം എനിക്ക് കൂടി ഉണ്ട് എന്ന് ഞാൻ കരുതിയതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്. എൻ്റെ അവസ്ഥ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇത്രയും പ്രശ്നങ്ങൾ ഞാൻ നേരിടുമ്പോൾ കൂടുതൽ തീവ്രമായ പ്രശ്നങ്ങൾ നേരിട്ട പെൺകുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. അവർക്ക് ഈ പൊതുസമൂഹത്തോട് വന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് പറയാൻ പറ്റുമോ? ഇത്തരം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകൾ അവരെ ഏതെല്ലാം വിധത്തിൽ ഭീഷണിപ്പെടുത്തും, ഏതെല്ലാം വിധത്തിൽ നശിപ്പിക്കാൻ ശ്രമിക്കും, അവരെ കൊല്ലാൻ പോലും ശ്രമിക്കുമോ എന്ന ഭയമാണ്. പല പെൺകുട്ടികളും ഇതുമായി ബന്ധപ്പെട്ടും പല രീതിയിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുകയും അവരുടെ കണ്ണീര് എന്നോട് ഷെയർ ചെയ്യുകയും ചെയ്തു. പലരും വിളിച്ചിട്ട് നിർത്താതെ കരയുകയാണ്, അവരനുഭവിച്ച വേദനകൾ പങ്കുവെക്കുകയാണ്. പക്ഷെ അവരോട് ഞാൻ പറയുമ്പോൾ, പുറത്തിറങ്ങി നിങ്ങൾ പറയൂ, പരാതി കൊടുക്കൂ എന്ന് പറയുമ്പോൾ അവർക്ക് ഭയമാണ്. എങ്ങനെയാണ് പെൺകുട്ടികൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പ്രത്യേകിച്ചും ഇത്തരം സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവർ തന്നെ അത് ദുരുപയോഗം ചെയ്യുമ്പോൾ എന്തു ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഞാൻ അതല്ല പറയുന്നത്, അങ്ങനെ അപമാനിക്കുന്ന കാര്യം അവിടെ പ്രചരിപ്പിച്ചു. അത് മാത്രമല്ല, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ AP ഉസ്താദ് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്, ലെറ്റർ പാഡ് കൃത്രിമമായി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്നു, ഈ KK ശൈലജ ടീച്ചർക്ക് വോട്ട് ചെയ്യേണ്ടതില്ല. ഞാൻ ഞെട്ടിപ്പോയി. ഇദ്ദേഹത്തിൻ്റെ കുറേ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ മാന്യമായിട്ട് നടത്തുന്ന സ്ഥാപനമാകുമ്പോൾ നമ്മൾ ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റിയ കാര്യമല്ല അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്, ചെയ്യാൻ പറ്റാത്ത ചെയ്യാറുമില്ല. അതുകൊണ്ട് ഈ സ്ഥാപന ഉടമകളിലായിട്ടൊരു ബന്ധവും പരിചയമുണ്ട്. ഞാൻ നേരിട്ട് വിളിച്ചു. ഞാൻ പറഞ്ഞു, ഇതെന്താണ് ഇങ്ങനെ, ഞാൻ എന്ത് ചെയ്തു? അപ്പോൾ പറഞ്ഞു, അയ്യോ ടീച്ചർ, ഞാൻ അങ്ങനെ പറയുമോ, ടീച്ചറിനെ കുറിച്ച് അതും
ഒരിക്കലും പറയും. ഞാൻ ഇപ്പം നിഷേധക്ക് മുമ്പ് ഇങ്ങനെ അവരൊരു ലെറ്റർ പാഡ് ഉണ്ടാക്കിയിട്ട് ചിലർ എന്നെക്കുറിച്ച് ഇങ്ങനെ എഴുതി വിട്ടിരുന്നു. അവർ നിഷേധം ഇറക്കി. പക്ഷെ അവരുടെ നിഷേധം ഇറങ്ങുമ്പോഴേക്കും ഈ നുണ കുറേ UDFൻ്റെ വീടുകളിൽ പ്രചരിപ്പിച്ചവരാണ് ഈ ക്രിമിനൽ സംഘം. പക്ഷെ അവിടെയെല്ലാം മറ്റതെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. സത്യം ചെരിപ്പിടുമ്പോഴേക്കും നുണ 100 കാതം സഞ്ചരിക്കുമെന്ന് പറഞ്ഞത് വെറുതെ അല്ല. ഇമാതിരി വൃത്തികേട്. പിന്നെ ബാക്കി ഞാൻ പറയുന്നില്ല. തലയെല്ലാം മാറ്റി ഒട്ടിച്ചിട്ടുള്ള ചില ചിത്രങ്ങളൊക്കെ പറയാൻ തന്നെ അറപ്പാകുന്ന കാര്യങ്ങളാണ്. നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അതുപോലെ എന്ത് തെറി വിളിക്കാനും തയ്യാറുള്ള വൃത്തികെട്ട മാനസിക രോഗികളായിട്ടുള്ള ഒരു സംഘത്തെ തീറ്റിപ്പോറ്റി വളർത്തിയിട്ട് അവർ വഴി രാഷ്ട്രീയ എതിരാളികളെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന് പറയുന്ന മൗഢ്യമാണ് UDF പ്രയോഗിച്ചത്. അതാണ് ഷൈൻ ടീച്ചറിന് നേരെ പ്രയോഗിച്ചത്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് വന്നു. എന്തൊരു സങ്കടമാണ്. നമ്മൾ നേരിട്ട് കേട്ട് വോയിസ് പറയുന്നത്. എൻ്റെ വോയിസ് അല്ലാന്ന് ഇന്ന് വരെ രാഹുൽ പറഞ്ഞിട്ടില്ലല്ലോ. അതെൻ്റെ ശബ്ദമല്ല, അല്ല എന്ന് പറഞ്ഞാൽ തെളിയിക്കണം. അപ്പുറത്തെ പെൺകുട്ടി പറയുന്നു, ഞാൻ ഈ കുഞ്ഞിനെ വളർത്തും, പ്രസവിക്കും. നീ എന്ത് ഭാവിച്ചാണ്? നീ ആരെയാണ് അതിൻ്റെ തന്തയായിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക എന്നാണ് ചോദിച്ചത്. ഞാൻ തന്നെ പറയുന്നില്ല, പോരെ, ഞാൻ വളർത്തിക്കോളാം അതിനെ. ആ പെൺകുട്ടി സങ്കടം തോന്നും. അവനെ അത്ര സ്നേഹിച്ച് അവൻ കല്യാണം കഴിക്കുമെന്ന് വിശ്വസിച്ചിട്ട് ഉറപ്പായിട്ട് പിന്നാലെ പോയതാ. ചിലർ പറഞ്ഞു ആ പെണ്ണ് പോയിട്ടല്ലേ. ഇവിടെ കല്യാണം കഴിക്കുന്നതെല്ലാം പറഞ്ഞ ഒരാളെ ചിലപ്പോൾ പ്രണയിക്കില്ലേ സ്ത്രീകൾ? വിശ്വസിച്ചിട്ടല്ലേ പ്രണയിക്കുന്നത്? അങ്ങനെ വിശ്വസിച്ച് പ്രണയിച്ച് കൂടെ പോയ പെണ്ണിനെ അവളുടെ സമ്മതത്തോടു കൂടി ബന്ധപ്പെട്ടതാണെങ്കിലും അവൾ ഗർഭിണിയായാൽ ഇതിന് ഞാനല്ല ഉത്തരവാദി എന്ന് പറയുന്ന പുരുഷനെ കുറിച്ച് എന്താ പറയേണ്ടത്? എന്തൊരു വഷളത്തരമാണത്. പച്ചക്ക് പറയാണ്, എൻ്റെതല്ല എന്ന് പറയുന്നില്ല. താനതിനെ ഇല്ലാതാക്കണം. എനിക്ക് തലയുയർത്തി നടക്കണ്ടേ? എൻ്റെതല്ല എന്ന് പറയുന്നില്ല. താനതിനെ ഒഴിവാക്കണം. എനിക്ക് തലയുയർത്തി നടക്കണ്ടേ എന്ന്. അപ്പോൾ കുട്ടി പറഞ്ഞു, താൻ തലയുയർത്തി നടന്നോ, ഞാൻ തന്നെയൊന്നും പറയുന്നില്ല, പക്ഷേ കുഞ്ഞിനെ ഞാൻ കളയില്ല, അതിനെ എനിക്ക് വേണം. നമുക്ക് സങ്കടം തോന്നില്ലേ കേട്ടിട്ട്? അച്ഛനും അമ്മയും ഒക്കെ അല്ലേ നമ്മളെല്ലാവരും. എന്നിട്ട് അതിനെതിരെ ശക്തമായ നടപടിയെടുക്കുന്നതിന് ഈ കുട്ടി പരാതി തരുന്നില്ല. സ്വമേധയാ എടുക്കാവുന്ന കേസൊക്കെ എടുത്തിട്ടുണ്ട്. എന്താ പരാതി തരാത്തത്? അതിശക്തമായിട്ടുള്ള ഭീഷണി. സോഷ്യൽ മീഡിയയിലൂടെ ആ പെൺകുട്ടിയെ, അവളുടെ ലൈംഗികതയെ, അവളുടെ ഡ്രസ്സിനെ, അവളുടെ ചിരിയെ, അവളുടെ സംസാരത്തെ, അവളുടെ നിറത്തെ, കൊലത്തെ എല്ലാം നോക്കി സ്മാർത്ത വിചാരം ചെയ്യുന്ന ചില തോന്നിയവാസികൾ ഒരു കൂട്ടമായി ആ പ്രസ്ഥാനത്തിനകത്തുണ്ട്. അതുകൊണ്ട് അഭിമാനകരം എന്ന് പറയാവുന്നത് ചെറുപ്പക്കാരിയായ, കാണാൻ സുന്ദരിയായ, അവിവാഹിതയായ ഒരു പെൺകുട്ടി അവൾ ഒരു പ്രശ്നത്തെ നേരിട്ടപ്പോൾ ആ പ്രശ്നത്തെ ചങ്കൂറ്റത്തോടുകൂടി നേരിടുകയും ഒപ്പം അതിൽ വീഴ്ച പറ്റാതെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വന്ന് നിന്ന് പറയാൻ അവളെ പ്രാപ്തമാക്കിയ ആ കുടുംബത്തിന്, അവളെ അങ്ങനെ പ്രാപ്തയാക്കിയ റിനിയുടെ അച്ഛന്, അപ്പന്, അമ്മയ്ക്ക്, സഹോദരന് ആദ്യമായി ഞാൻ ഹൃദയത്തോട് ചേർത്ത് നന്ദി പറയുകയാണ്. നമ്മുടെ കരുത്ത്